അല്ല, അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സുപ്രീം കോടതി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയെ വിമർശിച്ചു എന്നാണ്. മഞ്ജുഷ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി എത്രയോ കേസുകളിൽ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ പോയിന്റിനകത്ത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവരുടെ ആ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഫർദർ ദർ ആർ സെവറൽ കോപ്പീസ് ഓഫ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ് ആൻഡ് ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ്സ് റിവീലിംഗ് എവിഡൻസ് ഓഫ് PFI ഫണ്ടിംഗ് ഇലക്ഷൻസ് contested by SDPI, approval by the National Executive Council of PFI for SDPI to collect funds in Gulf countries. വളരെ വ്യക്തമായിട്ട് SDPI എന്ന് തന്നെയല്ലേ ഇതിനകത്ത് അവരുടെ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, SDPI എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെയൊക്കെ വഴിയില്ല. അൻസാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിടിച്ചെടുത്ത രേഖയുണ്ടല്ലോ, PFIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അവിടെ പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ SDPI എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ അവിടെ പാർട്ടി എന്ന് പറയുന്നത് SDPI ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും. അല്ല, അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ്, ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു, ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഇനി ED SDPI മെൻഷൻ ചെയ്താൽ പോലും ED മെൻഷൻ ചെയ്തിട്ടുണ്ട്. ED മെൻഷൻ ചെയ്താൽ പോലും അത് ED ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് EDന് പിന്നെ അത് കോടതി കൊടുക്കും, നമ്മൾ തെളിയിക്കട്ടെ. അത് SDPI അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് EDയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ED ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ED അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കും. ഇവിടെ വിഷയം മണി ലോണ്ടറിങ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് PFIയുമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെന്നും PFI ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി SDPIക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിങ്ങിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ED അങ്ങനെയാണ് ED ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഊരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പോകാമായിരിക്കും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷന് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും 2-3 തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് 2-1 എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതലയ്ക്കിലും സെർച്ച് നടക്കുക, റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, അത് കഴിയട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.